ഇന്നൊരു ഭയങ്കര സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ്. കാരണം നമ്മൾ പുരി രഥയാത്രയുടെ വീഡിയോ ഇടണം എന്ന് വിചാരിച്ച് കാത്തിരുന്നിട്ട് കിട്ടിയ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ പുരി ജഗന്നാഥത്തിലേക്ക് ഉള്ള യാത്രയുടെ വീഡിയോ ആണ് ഇന്ന്. ഹായ്, അപ്പോൾ നമ്മളിന്ന് ജഗന്നാഥനെ ദർശനം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതാ ചേട്ടൻ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുരി ജഗന്നാഥനെ കണ്ടിട്ട് വരാം. രഥത്തിലിരിക്കുന്ന ജഗന്നാഥ് എങ്ങനെയുണ്ടെന്ന് കണ്ട് നമുക്ക് പോകാം. അപ്പോൾ ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് വേഗം പോയിട്ട് ദർശനം ചെയ്യാം. രാവിലെ പോകാൻ നിന്നപ്പോൾ മഴയായിരുന്നു, എന്നാലും ഇപ്പോൾ സമയം 7:30 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പോകാം. ഓക്കെ, ഇന്നൊരു ഭയങ്കര സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ്. കാരണം നമ്മൾ പുരി രഥയാത്രയുടെ വീഡിയോ ഇടണം എന്ന് വിചാരിച്ച് കാത്തിരുന്നിട്ട് കിട്ടിയ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ പുരി ജഗന്നാഥത്തിലേക്ക് ഉള്ള യാത്രയുടെ വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ കാറിൽ ഞാൻ സംസാരിക്കുന്നില്ല, നല്ല സോങ്ങൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് കോപ്പിറൈറ്റൊക്കെ വരുമല്ലോ. അപ്പോൾ പിന്നെ അത് അവിടുന്ന് സംസാരിക്കുമ്പോൾ എന്തായാലും പാട്ടൊക്കെ ഓഫ് ചെയ്ത് അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ചുമ്മാ ഒന്ന് ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അതാ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ഫുള്ള് വയലും എല്ലാം വെള്ളവും പുഴയൊക്കെ നല്ല നിറഞ്ഞ് കവിഞ്ഞ് ഒക്കെ വെള്ളമാണ്. ഫുള്ള് പുഴയിൽ നിറയെ വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ പുരി എത്താൻ നേരത്തെ 2 പുഴകളുണ്ട്. ഇതൊക്കെ ഞാൻ എൻ്റെ പഴയ വീഡിയോകളിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രഥയാത്ര കഴിഞ്ഞ പിറ്റേന്ന് തന്നെ ആ തിരക്കും ബഹളമൊക്കെ നിങ്ങൾ ന്യൂസിൽ കാണുന്നവരൊക്കെ കണ്ടിട്ടുണ്ടാവാം. ലക്ഷക്കണക്കിന് ആളുകളാണ് പുരി രഥയാത്രയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ആ തിരക്കും ബഹളവും ഒന്ന് ഒതുങ്ങിയിട്ടേ ഉള്ളൂ. അതിൻ്റെ പിറ്റേന്ന് തന്നെയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ രാവിലെ നല്ല പെരുമഴയായതുകൊണ്ട് അവിടെയുള്ള ആൾക്കാർക്കൊന്നും അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കുറച്ച് തിരക്കുന്നുണ്ടാകാൻ സാധ്യതയുണ്ട്. മഴയില്ലെങ്കിൽ എല്ലാവരും പോയേനെ. അപ്പോൾ ഇതവിടെ പുരി എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. സീ ബീച്ചിലേക്ക് എത്രയാണ് കിലോമീറ്റർ, നമ്മുടെ അമ്പലത്തിലേക്കുള്ള എല്ലാം ഡീറ്റെയിൽസ് ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് പുരി അമ്പലത്തിലേക്കാണ്. 5 കിലോമീറ്ററും കൂടിയുണ്ട് ഇനി അങ്ങോട്ടേക്ക്. അപ്പോൾ 5 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ കാർ പാർക്കിംഗ് ഉണ്ടാവും, വണ്ടിയൊക്കെ നിർത്തേണ്ടി വരും. അങ്ങോട്ടേക്ക് എനിക്ക് കയറ്റി വിടില്ല. അങ്ങ് പുരി അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്കൊന്നും കാർ കയറ്റി വിടില്ല. അപ്പോൾ ഇവിടെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പാർക്കിംഗ് ഏരിയ ഉണ്ട്, അവിടെ കാർ നിർത്തിക്കൊള്ളണം. ഒരു 5-6 കിലോമീറ്റർ അങ്ങോട്ടേക്ക് വണ്ടി വിടില്ല. അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് പോകണം, അല്ലെങ്കിൽ റിക്ഷ വണ്ടികളൊക്കെ ഉണ്ടാവും. ഓട്ടോ പിടിച്ച് പോയിക്കൊള്ളണം. കാർ അങ്ങോട്ടേക്ക് വിടുകയില്ല. ബൈക്കാണെങ്കിൽ വേണമെങ്കിൽ പോകാം, അങ്ങ് കുറേ ദൂരം വരെ പോയിട്ട് അവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് കയറാം. ഇതിപ്പോൾ രഥയാത്ര ആയതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് അങ്ങ് വരെ പോവാം. കുറച്ച് ദൂരം ഒന്ന് നടന്നാൽ മതി, എന്നാലും കിലോമീറ്റർ നടക്കണം. ഓരോ ഏരിയയിൽ കാർ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ഓട്ടോയിൽ പോകാൻ പറഞ്ഞാൽ, ഇല്ലെങ്കിൽ ജനങ്ങളുടെ തിരക്കും അതിൻ്റെ ഇടയിൽ വണ്ടികളുടെ തിരക്കും ഒക്കെ ആകുമ്പോൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പമാകുമല്ലോ. അതുകൊണ്ടാണ് കാറൊക്കെ 5 കിലോമീറ്റർ ബാക്കിലേ നിർത്താൻ പറയുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അവിടെ നിർത്താൻ നോക്കിയപ്പോൾ അവിടെ ഒന്നും ഓട്ടോ ഒന്നും കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ കുറേ ഏരിയയിലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ആയിട്ടേ ഉള്ളൂ. 1 കിലോമീറ്ററും കൂടി ഉള്ളിലേക്ക് വന്നപ്പോൾ വേറൊരു പാർക്കിംഗ് കണ്ടു. ഇങ്ങനെ ഓരോ മുക്കിലും മൂലയിലും പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ. അപ്പോൾ ഇവിടെ കുറച്ച് ഓട്ടോ ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് പാർക്ക് ചെയ്യണം. രഥയാത്രേൻ്റെ സമയത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് നേരെ പുരീൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ തന്നെ വന്നിട്ടൊക്കെ മെയിൻ റോഡിൻ്റെ അവിടെ തന്നെ. ഇതൊക്കെ ഇപ്പോൾ ഉള്ളിലേക്കുള്ള സീ ബീച്ചിൻ്റെയും ഒക്കെ ഉള്ളിലേക്കുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ കാർ പാർക്ക് ചെയ്യുന്നത്. സാധാരണക്കാർക്ക് ഇത് മനസ്സിലാവില്ല, കാരണം ഇതൊക്കെ ഉള്ളിലാണ്, സീ ബീച്ചിൻ്റെ ഒക്കെ ഉള്ളിലേക്കാണ്. നേരിട്ടുള്ള മെയിൻ റോഡിൽ കൂടി അല്ല ഞങ്ങൾ വരുന്നത്, ഷോർട്ട് റൂട്ടിലാണ് നമ്മൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഇതുപോലെ കാർ പാർക്കിംഗ് സൗകര്യമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഇവിടുന്ന് ഓട്ടോ പിടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഇതാണ്. ഇവിടുന്ന് ഒരു ടോക്കണൊക്കെ എടുത്ത് നമ്മൾ അവിടെ കാറ് പാർക്ക് ചെയ്ത് കഴിഞ്ഞ് ഇത്രയും ദൂരം നമ്മൾ പാർക്ക് ചെയ്യുന്നുണ്ട്. തിരിച്ചിവിടെ എത്താനും ഒരുപാട് ബുദ്ധിമുട്ടാണ് കേട്ടോ, ഓട്ടോനൊന്നും കിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഏകദേശം അടുത്തൊക്കെ തന്നെ പാർക്ക് ചെയ്യാൻ ശ്രമിക്കണം. നമ്മൾ അപ്പോൾ തന്നെ ഒരു ഓട്ടോ കിട്ടി, ഓട്ടോയിൽ കയറി. ഓട്ടോയിൽ വേറെയും ആൾക്കാരൊക്കെ ഉണ്ട്. ഒറ്റയ്ക്ക് നമുക്ക് 2 പേർക്ക് പോകണമെങ്കിൽ അവർ 500-600 രൂപയൊക്കെ ചോദിക്കും. അവർക്ക് ഇഷ്ടമുള്ള റേറ്റാണ് അവർ പറയുക. നമ്മളിപ്പോൾ പരിചയമുള്ള, നമ്മൾ അറിയുന്നവരായതുകൊണ്ട് നമ്മളൊരു 100 രൂപ, 2 പേർക്കും കൂടി 200 രൂപ കൊടുത്ത് ഒഴിവായി. അല്ലാതെ പരിചയമില്ലാത്തവരൊക്കെ വരികയാണെങ്കിൽ 500, 600, 700, 800 വരെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓട്ടോക്കാർ നല്ല പറ്റിക്കും കേട്ടോ, അറിയാത്തവരൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഇനി ഇവിടുന്ന് നടന്നു പോവുകയാണ്. ഇനിയും 1 കിലോമീറ്റർ നടക്കാനുണ്ട്. കണ്ടോ, അത്രയും ദൂരെ തിരക്ക് കാരണം ഓട്ടോ പോലും അങ്ങോട്ടേക്ക് കയറ്റി വിടില്ല. അമ്പലത്തിൻ്റെ സെൻറ്ററിലെത്താൻ 56 വഴികളുണ്ട് പോലും.
അപ്പം നമ്മൾ ഇവിടെയുള്ള ഈ ഏരിയയിലുള്ളവരായതുകൊണ്ട് നമുക്ക് ഒരു ഷോർട്ട് റൂട്ട് കൂടിയാണ് നമ്മൾ ഈ അഗ്രഹാരം എന്നൊക്കെ പറയില്ല, അതാ നമ്മുടെ ജഗന്നാഥിനെ കാണുന്ന കണ്ടോ, ജഗന്നാഥ് ശ്രീ ടെമ്പിൾ, പുരിയിലെ ജഗന്നാഥ് ടെമ്പിളാണ് ആ കാണുന്നത്. അങ്ങ് കണ്ടോ, നമ്മളൊരു അഗ്രഹാരത്തിൻ്റെ ഉള്ളിൽ കൂടെ കയറിപ്പോകണം, ഇല്ലെങ്കിൽ മെയിൻ റോഡ് കൂടെ പരിചയമുള്ള ഏരിയ ആയതുകൊണ്ടാണ് നമ്മൾ ഷോർട്ട് റൂട്ട് കൂടെ കയറിപ്പോകുന്നത്. അപ്പോൾ ഇവിടത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ 56 വഴികളുണ്ടെന്ന്. അപ്പോൾ ഫുള്ള് ഈ ഏരിയയിൽ ഓരോ ഗ്രാമങ്ങളും അഗ്രഹാരങ്ങളാണ്. അപ്പോൾ ഈ പുരി അമ്പലത്തിൻ്റെ ചുറ്റും ഫുൾ ഹിന്ദുക്കൾ മാത്രമാണ്, ബ്രാഹ്മൺസ് മാത്രമാണ്. പുരി ജഗന്നാഥിനെക്കുറിച്ചൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ ഓരോ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കലിയുഗ വരദനാണ് ജഗന്നാഥ്. 4 ഡാമിൽ ഒരു ഡാമാണ് പുരി ജഗന്നാഥ്. അപ്പം നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പുരി ജഗന്നാഥിൻ്റെ പുണ്യഭൂമിയാണ് വരുന്നതെന്ന് കാണിച്ചതാണ്. ആ അമ്പലത്തിൻ്റെ അത് കാണുമ്പോൾ തന്നെ നമ്മളിങ്ങനെ എന്തൊക്കെയോ ആയിപ്പോവും നമ്മൾ. അത്രയ്ക്കൊരു പവിത്രമാണ് ഇവിടെ. കാരണം സാക്ഷാൽ ശ്രീകൃഷ്ണൻ്റെ ഹൃദയമിരിക്കുന്ന ജഗന്നാഥാണ്, ശ്രീകൃഷ്ണൻ്റെ ഹൃദയമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഭയങ്കര ഒരു പവറാണ്, ഈ മണ്ണിൽ ചവിട്ടുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു അനുഭൂതി, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പുണ്യഭൂമിയാണിത്. അപ്പോൾ നമ്മൾ ഈ ജഗന്നാഥിനെ ഒന്ന് ദർശനം ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ എന്നെങ്കിലും എല്ലാവർക്കും ജഗന്നാഥനെയൊക്കെ ദർശനം ചെയ്യാൻ പറ്റട്ടെ. എനിക്കിഷ്ടമുള്ളപ്പോഴൊക്കെ ജഗന്നാഥനെ ദർശനം ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതും വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ നമ്മൾ ജഗന്നാഥനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. രഥയാത്ര ആയതുകൊണ്ട് തന്നെ ജഗന്നാഥ് ഇപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലല്ല, വെളിയിൽ രഥത്തിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ദർശനം നല്ല സുഖമായിട്ട് കാണാം. അമ്പലത്തിലാകുമ്പോൾ ക്യൂവിൽ നിന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കാണാൻ, ദൂരേന്ന് ഇങ്ങനെ ഒന്ന് കാണാനേ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് ആൾക്കാരിങ്ങനെ പാസ് ചെയ്ത് വിട്ട് കളയും. പക്ഷേ ഇതിപ്പോൾ രഥത്തിലാകുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ പുറത്തിങ്ങനെ വന്നിരിക്കുകയാണ്. എല്ലാവർക്കും എത്ര നേരം വേണമെങ്കിലും കാണാം. പക്ഷേ ഇന്ന് ഇച്ചിരി തിരക്കുള്ളത് കൊണ്ട് എന്താണ് അവിടുത്തെ ഇത് നല്ല കണ്ടോ, ആൾക്കാരുടെ തിരക്ക്. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജഗന്നാഥനെ കൺകുളിർക്കെ കാണാനൊരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ ജഗന്നാഥനെ കാണണമെങ്കിൽ നെക്സ്റ്റ് വീഡിയോ മറക്കാതെ കണ്ടോളൂ.